ഷാരിഖ് നവാസ് നമ്മളോടൊപ്പം ചേരുന്നത് പാലക്കാട്ട് നിന്നാണ്. ഷാരിഖ്, ഈ ചിറ്റൂരിലും ഇതുപോലെ സമാന സ്വഭാവത്തിൽ ചില ആരോപണങ്ങൾ വിവാദങ്ങളുമൊക്കെ രൂപപ്പെടുകയായിരുന്നു. കാരണം പേരാമ്പ്രയിൽ ഇതുപോലെ തന്നെ ചിറ്റൂരിലും ഈ EVM സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്നു എന്ന ഒരു പ്രചാരണമുണ്ടായി. അതൊരു വ്യാജ പ്രചാരണമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ, അല്ലേ? GK, അത്തരത്തിൽ അതായത് നെന്മാറ നിയോജക മണ്ഡലത്തിലെ EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമാണ് തുറക്കുന്നതെന്ന്, അതായത് 10 മണിയോടെ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എവിടെയാണ് ആ EVM സ്ട്രോങ് റൂമൊക്കെ ഉള്ളത്? ഈ കോളേജിലാണ്. അപ്പോൾ ഇവിടെയുള്ള EVM മെഷീനുകൾ വെച്ചിട്ടുള്ള സ്ട്രോങ് റൂമാണ് തുറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ കലക്ടർ അതിൻ്റെ വിശദീകരണവുമായി രംഗത്തെത്തി. EVM സ്ട്രോങ് റൂം ഒരിക്കലും തുറക്കില്ല. EVM സ്ട്രോങ് റൂം അല്ല തുറക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് വോട്ടെടുപ്പിൻ്റെ വിവരങ്ങളും മറ്റും ഉള്ള അനുബന്ധ രേഖകൾ ഉൾപ്പെട്ട. എനിക്ക് തെറ്റുപറ്റിയതാണ്. അത് നെന്മാറ മണ്ഡലത്തിലേതാണ്. ചിറ്റൂരിലുണ്ടായത് അവിടെ പുറത്തുള്ള CCTV ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു പരാതി ഉന്നയിക്കപ്പെട്ടതാണ്. ശരി, പറഞ്ഞോളൂ. അത്തരത്തിൽ അതായത് ഈ മെറ്റീരിയൽസ് റൂമാണ് തുറക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 10 മണിയോടുകൂടി. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥാനാർത്ഥികളെയും വിവരം അറിയിച്ചിരുന്നു. അതായത് ബന്ധപ്പെട്ട വരണാധികാരി വിവരം അറിയിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിവരം അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായ ഒരു മിസ്കമ്മ്യൂണിക്കേഷനാണ് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം ഉണ്ടാവാൻ കാരണമായതെന്ന് കലക്ടർ പറഞ്ഞു. അത്തരത്തിൽ സ്ട്രോങ് റൂം ഒരിക്കലും തുറക്കില്ല. അത് ഫലപ്രഖ്യാപനത്തിൻ്റെ അന്നേ ദിവസം മാത്രമാണ് ഈ സ്ട്രോങ് റൂം തുറക്കുകയുള്ളൂ. മെറ്റീരിയൽസ് റൂം എന്ന് പറയുന്നത് ഒരു സീൽഡ് റൂമല്ല. അത് സാധാരണ ഒരു മുറി മാത്രമാണ്. അവിടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളും മറ്റു അനുബന്ധ രേഖകളും ഈ മറ്റേ ഡയറികളൊക്കെ ഉൾപ്പെടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു സീൽഡ് റൂമല്ല, സ്ട്രോങ് റൂമല്ല എന്ന് പറയേണ്ടത്. എന്തായാലും അത്തരത്തിൽ ആ റൂം തുറക്കാൻ ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്നും കൂടെ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകുന്നത് വരെ ആ മെറ്റീരിയൽസ് റൂമും തുറക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നെന്മാറ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ പാലക്കാട് DCC പ്രസിഡന്റും കൂടിയായ A. തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോളേജിൽ എത്തി എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും തങ്കപ്പെട്ട, എന്താണ് ഇപ്പോൾ പുള്ളി ഉള്ളിൽ പോയിട്ട് എന്താണ് സ്ഥിതിഗതികളൊക്കെ അവർ കണ്ടിരുന്നു, അവിടെ ഉദ്യോഗസ്ഥന്മാർ കണ്ടിരുന്നു. അവർ തന്നെ പറയുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഇവിടെ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു പരിശോധിക്കേണ്ട കാര്യമില്ല, വരേണ്ട കാര്യമില്ലെന്നാണ് അവിടുത്തെ ആളുകളും പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ വെച്ച കാവൽ വെച്ചിട്ടുള്ള ആളുകൾക്ക് അവിടെയുണ്ട്. ആശങ്കകളൊക്കെ നീങ്ങിയിട്ടില്ലല്ലോ. അത് തുറക്കുമ്പോഴല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും അവർ സ്ട്രോങ് റൂമായിട്ട് അടച്ചു വെച്ചത് ഞങ്ങളുടെ അനുവാദത്തോടുകൂടി. ഞങ്ങൾ എല്ലാവരും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരെ അറിവോട് കൂടി തുറക്കാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽസ് റൂമാണല്ലോ തുറക്കാൻ ഉദ്ദേശിച്ചതെന്ന് കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് EVM മെഷീൻ അതിൻ്റെ ഉള്ളിലില്ല എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടാണ് രണ്ട് തൊട്ടാണ്. ഇതിലെന്താ തകരാറ് എന്നുള്ളത് നമുക്കറിയാലോ. ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞങ്ങളുടെ അറിവോട് കൂടിയാണ് അത് അടച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ അറിവോട് കൂടി തുറക്കട്ടെ, കുഴപ്പമില്ല. എന്തായാലും വിവരങ്ങൾ നൽകി ഇപ്പോൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ? ഇല്ല, ഇപ്പം നിർത്തിവെച്ചു എന്ന് അറിയിച്ചത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം അറിയിച്ചിട്ട് ചെയ്യാമെന്നാണ് കലക്ടർ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ GK, ഇപ്പോൾ നെന്മാറ നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്, A. തങ്കപ്പൻ. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എന്തായാലും അവരെ എത്തിയിട്ട് ഉള്ളിൽ പരിശോധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇപ്പോൾ കുഴപ്പമില്ല, ആശങ്കകൾ എന്തായാലും മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇനി മെറ്റീരിയൽസ് റൂം തുറക്കുകയാണെങ്കിൽ കൂടെ എന്തായാലും ഇവരെ വിവരങ്ങൾ അറിയിക്കും. അതിനുശേഷം മാത്രമേ രേഖാമൂലം ഇവരെ വിവരം അറിയിച്ച ശേഷം മാത്രമേ ഇനി മെറ്റീരിയൽസ് റൂം ആണെങ്കിൽ കൂടെ അത് തുറക്കുകയുള്ളൂ എന്ന് A. തങ്കപ്പൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. എന്തായാലും ഇതുപോലെ തന്നെ മറ്റൊരു ആരോപണം കൂടെ ഈ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ പറഞ്ഞിരുന്നു. കാരണം ഞായറാഴ്ച രാത്രി 12:15 ഒരു അരമണിക്കൂർ നേരം ഈ CCTV ദൃശ്യങ്ങൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഭരണാധികാരിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും അന്നേ ദിവസം മുതലുള്ള എല്ലാ ദൃശ്യങ്ങളും പരിശോധിക്കാനുള്ള ഒരു ആവശ്യവും അദ്ദേഹം നവാസാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. അതോടൊപ്പം തന്നെ അജി കുഞ്ഞുമോൻ കോഴിക്കോട്ട് നിന്നും. ഈ 2 ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകിയത്. നമുക്കൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.